ഇന്ന് ആന്റണി രാജുവിന് നിർണായകമായ ഒരു ദിവസമാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് ഇന്ന് നെടുമങ്ങാട് കോടതിയുടെ 3 വർഷം തടവ് ശിക്ഷ ലഭിച്ച സാഹചര്യം നമുക്കറിയാം. അത് മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളിയ തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ഹർജിയിൽ നിന്ന് വിധി പറയുന്നുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, കോടതിയുടെ ചില പരാമർശങ്ങളൊക്കെ ആന്റണി രാജുവിന് ആശ്വാസമായിരുന്നു ഈ വിചാരണാ വേളയിൽ, ഈ വാദങ്ങൾ കേൾക്കുന്ന വേളയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരു വിധിയുടെ സ്വഭാവത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആ വിഭാഗം? രഞ്ജിത്ത്, പരാമർശങ്ങൾ ആശ്വാസകരമായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതൊരു വിധി പ്രസ്താവത്തിലേക്ക് വരുമ്പോൾ അത് ആ രൂപത്തിലായിരിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഒരു സംശയീകരണം വിധിയിലുണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഏതായാലും വിധി കേസ് കേൾക്കുന്ന വേളയിൽ കോടതി ചോദിച്ചിരുന്നു, ഇത്തരം ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നതിൽ ആന്റണി രാജുവിന് എത്രമാത്രം ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. കാരണം ഇതൊരു ജൂനിയർ വക്കീലായിരുന്നു ആന്റണി രാജു ആ സമയത്ത്. അതിൽ സീനിയർ അഭിഭാഷകൻ ആ കേസിൽ എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തുടങ്ങിയതായ ചില ചോദ്യങ്ങൾ, കോടതിയുടെ ചില ചോദ്യങ്ങളെല്ലാം ആന്റണി രാജുവിന് ആശ്വാസം പകരുന്നതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിനപ്പുറം ആ കേസിൻ്റെ മെറിറ്റിലേക്ക് തന്നെയായിരിക്കും കോടതി പോവുക. അതെന്താണ് എന്നത് നമ്മൾ കാത്തിരിക്കണം. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാകുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൊണ്ടി മുതലിൽ മാറ്റം നടത്തി എന്നതെല്ലാം വളരെ ഗൗരവ സ്വഭാവമുള്ള കേസായിട്ട് തന്നെയാണ് കീഴ്ക്കോടതികൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു ശിക്ഷാ പ്രസ്താവം അടക്കമുണ്ടായത്. ഇതിൽ വാദത്തിൻ്റെ വേളയിൽ കോടതിയോട് പറഞ്ഞിരുന്നത് ഇതിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് അത് ഇത്തരം കാര്യങ്ങൾ ഇത് മരവിപ്പിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ആന്റണി രാജുവിൻ്റെ മാത്രം ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നതാണ്. ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. എങ്കിലും ആ സമയത്ത് നടത്തിയ ചില പരാമർശങ്ങൾ അത് ആന്റണി രാജുവിന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.